സാംസങ്ങിൻ്റെ സാംസങ് A22 എന്ന പുതിയ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 4G വെർഷനാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ വരുന്നത് 18,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് A22 4G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം എടുത്തു വരേണ്ട ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ എടുത്തു വരേണ്ട ഒരു ഫീച്ചർ വരുന്നത് ക്യാമറയിലാണ്. ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. എടുത്തു വരേണ്ട കാര്യം, ഈ ഒരു സെൻസറിൽ OIS എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം 25,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിലൊന്നും കാണാത്തൊരു ഫീച്ചറാണ് OIS എന്നുള്ള ഫീച്ചർ. ഈ ഒരു ഫീച്ചർ നമുക്ക് 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നല്ല സ്റ്റേബിളായിട്ടുള്ള വീഡിയോസൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഫോണിൽ രണ്ടാമത് 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 123 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ പോസിറ്റീവായിട്ട് വരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നെഗറ്റീവായിട്ട് വരുന്ന ഒരു കാര്യം വരുന്നുണ്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം 18,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ HD റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നത് ഒരു വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ M32 എന്ന ഫോൺ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്തു. ആ ഒരു ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു ഫോണിലാണെങ്കിൽ നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേയിൽ ലഭിക്കുന്നുണ്ട്, 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഫോണിൽ ഫുൾ HD റെസൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടി കൂടിയ പ്രൈസ് റേഞ്ചിൽ വരുന്നൊരു ഫോണാണ്. ഓഫ്ലൈൻ ഫോൺ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫോണിലും ആ ഒരു ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ള ഫീച്ചറും കൂടി കൊടുക്കായിരുന്നു M32 എന്ന ഫോണിലേതുപോലെ. പിന്നെ ഈ ഫോൺ വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. കമ്പനി ഇൻഫിനിറ്റി U ഡിസ്പ്ലേ എന്ന് പേരിൽ വിളിക്കുന്ന നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 nits ആണ്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 186 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.4 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിട്ടുള്ളത്. സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂൾ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബ്ലാക്ക് അതുപോലെ മിൻറ്റ് എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ mediatekൻ്റെ helio G80 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ലൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. മറ്റു ബ്രാൻഡുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 9,000, 10,000, 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു mediatekൻ്റെ helio G80 എന്നുള്ള പ്രോസസ്സർ. ആ ഒരു പ്രോസസ്സറാണ് സാംസങ്ങിൻ്റെ 18,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ വരുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ സാംസങ് M32 എന്ന ഫോണിലും ഇതേ ഒരു പ്രോസസ്സറാണ് വരുന്നത്. ആ ഒരു ഫോൺ വരുന്നത് 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് തന്നെ പറയേണ്ടി വരും. പിന്നെ ഈ ഫോണിൽ 6 GB റാം കൊടുത്തിട്ടുണ്ട്, 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ചും കൂടി കൂടിയൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഫോണിൽ സാംസങ്ങിന് കൊടുക്കായിരുന്നു. അപ്പം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിൻ്റെ കാര്യവും ഒരു ചെറിയ നെഗറ്റീവായിട്ട് പറയേണ്ടി വരും. പിന്നെ ഈ ഫോണിൽ Type-C ചാർജിങ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 18,499 രൂപയാണ്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ ഫോണാണ്. അതായത് നമുക്ക് പുറത്ത് ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ഈ ഫോൺ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OIS എന്നുള്ള ഫീച്ചർ ഒരു എടുത്തു വരേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ മറ്റ് പല കാര്യങ്ങളിലും കോംപ്രമൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ HD റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിൻ്റെ കാര്യത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ അത്രയും ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.